സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം വന്നേക്കും. വൈദ്യുതി ഉപയോഗം കുതിച്ചുയർന്നതോടെ നിയന്ത്രണം വേണമെന്നാണ് KSEBിയുടെ നിലപാട്. പാലക്കാട് നിന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കൊപ്പം നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ഈ വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്ന സാഹചര്യമാണോ ഉള്ളത്? മന്ത്രി എന്താണ് പറയുന്നത്? നിയന്ത്രണം വേണമെന്നുള്ളൊരു ആവശ്യം ബോർഡിനുണ്ട്. എന്തായാലും അപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് മന്ത്രിയോട് തന്നെ ചോദിക്കാം. മറ്റന്നാൾ നിങ്ങളുടെ ഉന്നതതല യോഗം ചേരാനിരിക്കുകയാണ്. നിർദ്ദേശമൊന്നും തന്നിട്ടില്ല, അങ്ങനെ ഒരു സജഷനും വെച്ചിട്ടില്ല. അപ്പോൾ മറ്റന്നാൾ 2-ാം തീയതി മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. പവർ സിറ്റുവേഷൻ്റെ സാഹചര്യം എന്താണെന്ന് വിലയിരുത്താൻ അന്ന് ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുണ്ടാവും. അവിടെ വെച്ചിട്ട് ഒരു തീരുമാനം ആലോചിച്ച് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം ഉണ്ടാവും. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു ആൾട്ടർനേറ്റീവ് എന്താണ്? ആൾട്ടർനേറ്റീവ് നമുക്ക് കുറച്ചൊരു നിയന്ത്രണം സ്വയം എല്ലാവരും കുറച്ച് നിയന്ത്രിച്ചാൽ നമുക്ക് വലിയ പ്രയാസമില്ലാണ്ട് പോകും. ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ഉപയോഗം 113.14 ലക്ഷം യൂണിറ്റാണ്. 5717 മെഗാവാട്ടാണ് രാത്രി 10 മണിക്ക്. പക്ഷേ 10 കഴിഞ്ഞപ്പോൾ ഉണ്ടായത് 600 മെഗാവാട്ടിലേക്ക് പെട്ടെന്ന് ഉയർന്നു. ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം എല്ലാവരും കൂട്ടി. അതാണ് പലയിടത്തും കറണ്ട് പോയത്. അപ്പോഴാണ് ഇതാകുമ്പോൾ ലോഡ് കൂടുതലാകുമ്പോൾ പവർ ഡ്രിപ്പാകുന്നത്. സബ്സ്റ്റേഷനൊക്കെ ഡ്രിപ്പാകുമ്പോൾ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ വേണ്ടി വരും. ഇതാണ് ഇപ്പോൾ പ്രശ്നം ഇവിടെ നടക്കുന്നത്. ഓവറായിട്ടുള്ള ഉപയോഗം കൂടുമ്പോൾ അത് സ്വയം എല്ലാവരും ഒന്ന് നിയന്ത്രിച്ചാൽ നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാം. അത് നിയന്ത്രിക്കാതിരുന്നാൽ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ആലോചിക്കേണ്ടി വരും. അത് 2-ാം തീയതി ആകുന്ന ആലോചിച്ചിട്ട് ശേഷമുള്ളൂ. ഇന്നലെ പെട്ടെന്നാണ് 100 മെഗാവാട്ട് കൂടിയത്. ഇത് റെക്കോർഡാണോ മിനിസ്റ്റർ? റെക്കോർഡ് ഉപഭോഗമാണ്. റെക്കോർഡ് ഇതുവരെ ഉണ്ടാകാത്ത ചരിത്രത്തിൽ ഉണ്ടായില്ല. ഇന്നലെ നമ്മളെന്നിട്ട് പുറത്തുനിന്ന് മേടിച്ചു. നമുക്ക് ഉയർന്ന പൈസ കൊടുത്താൽ വൈദ്യുതി കിട്ടാനുണ്ടോ മറ്റ് സംസ്ഥാന? കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഇപ്പോൾ അവർ തരാൻ തയ്യാറില്ല. കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ള പുസ്തക സമയത്ത് അധിക വില നൽകിയാൽ പോലും അവർ തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പ്രൈവറ്റ് ഇതിൻ്റെ അടുത്തല്ലേ പോകേണ്ടുള്ളൂ. ഇതൊക്കെയാണ് സ്ഥിതി. മറ്റു കാര്യം കൂടെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടർച്ചയായിട്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് KSEBിക്ക് മുന്നിൽ. ആളുകൾ അവിടെ വന്ന് കിടക്കുക, അവിടെ വന്നിരിക്കുക. ഇതിനോടൊക്കെ അത്തരം പ്രതിഷേധങ്ങളോട് മന്ത്രിക്ക് എന്താ പറയുക? ഇല്ല, പ്രതിഷേധം നമ്മളെല്ലാവരും കൂടി സഹകരിക്കണം. എല്ലാവരും ഉപയോഗം ഒന്ന് ചെറുതായിട്ട് എല്ലാവരും കൂടി കമ്മിയാക്കിയാൽ നമുക്ക് ഈ പ്രശ്നമേ ഉണ്ടാവില്ല. ഇത് ഓവർലോഡ്, ഒരു ട്രാൻസ്ഫറിൻ്റെ കീഴിൽ ഓവർലോഡ് വന്നാൽ അത് ഡ്രിപ്പാകുമല്ലോ. അപ്പോൾ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴ പെയ്യിക്കാൻ നമുക്ക് എല്ലാവരും കൂടി സാധിക്കുമോ? ഇപ്പോൾ പ്രകൃതിയുടെ പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാ പ്രശ്നങ്ങളിലും ഉണ്ടല്ലോ. കൊച്ചിയിലും മലപ്പുറത്തും KSEB ഓഫീസിൽ വന്ന് ഇന്നലെ രാത്രി ആളുകൾ കിടന്നു പുലർച്ചെ വരെ. കാരണം അവർക്ക് ചൂടെടുത്തിട്ട് വീട്ടിൽ കിടക്കാൻ പറ്റുന്നില്ല. അവരെ നിസ്സഹായരാണ് ആളുകൾ. അപ്പം അത്തരം പ്രതിഷേധങ്ങളെ മന്ത്രി അതല്ല അതിൽ കാണുന്നത്. സ്വയം ഒരു ചെറിയൊരു നിയന്ത്രണം എല്ലാവരും കൂടി കൊണ്ടുവന്നാൽ നമുക്ക് പ്രശ്നമില്ലാണ്ട് പോകാൻ പറ്റും. ഇതിപ്പോൾ ഉപയോഗം വല്ലാതെ വർദ്ധിപ്പിച്ചാൽ 15 ഇരട്ടിയും 16 ഇരട്ടിയും വർദ്ധിക്കുകയാണേ. അപ്പോൾ എന്ത് ചെയ്യും? കാര്യം കൂടെ മിസ്റ്റർ, ഇപ്പോൾ വൈദ്യുതി ഇപ്പോൾ നിങ്ങൾ ഉയർന്ന നിരക്ക് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബോർഡിന് അത് ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടുന്ന സാഹചര്യം റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്, അല്ലാണ്ട് വേറെ ആരും തീരുമാനിക്കേണ്ടതില്ല. ചിലപ്പോൾ എക്സസ്സായി വന്നാൽ, ഇപ്പോൾ മഴ പെയ്തു, എക്സസ്സായി വന്നാൽ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ ഇതും കൂടി മൈനസ് ചെയ്തിട്ടുള്ള കഴിയുന്നത്ര ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുക. പക്ഷേ നമ്മുടെ ചിലവ് മുട്ടിപ്പോണ്ടേ, അതിനനുസരിച്ചിട്ടേ വരുള്ളൂ. എന്തായാലും ലോഡ് ഷെഡിങ്ങും അതോടൊപ്പം തന്നെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നതും പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കുന്നത്. വേണു, നിഖിൽ പ്രമേഷാണ് വൈദ്യുതി മന്ത്രിയോട് സംസാരിച്ചത്. വൈദ്യുതി നിയന്ത്രണം വേണ്ടിവരുമെന്ന സൂചന തന്നെയാണ് വൈദ്യുതി മന്ത്രി നൽകുന്നത്.